أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുത്ബയിൽ ഹദ്റത്ത് അബൂ ഉബൈദയെ സംബന്ധിച്ച അനുസ്മരണമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അതിന്റെ ബാക്കി ഭാഗം വിവരിക്കുന്നതാണ്. യർമൂക്ക് യുദ്ധം എന്ന് പറയപ്പെടാൻ കാരണം യർമൂക്ക് സിറിയയുടെ അടുത്തുള്ള ഒരു താഴ്വരയുടെ പേരാകുന്നു. ഹിജ്റ 15 സിറിയയിലെ ഏറ്റവും വലിയ യുദ്ധം യർമൂക്ക് താഴ്വരയിൽ യർമൂക്ക് നദീക്കരയിലാണ് ഉണ്ടായത്. റോമക്കാർ ബഹാന്റെ നേതൃത്വത്തിൽ 2,00,000 യോദ്ധാക്കളുമായി രണാങ്കണത്തിൽ എത്തി. മുസ്ലിങ്ങളുടെ എണ്ണം കേവലം 30,000 അതിൽ 1000 പേർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളായിരുന്നു. അവരിൽ 100ഓളം പേർ മദനി സഹാബാക്കളും ആയിരുന്നു. കൂടിയാലോചനയ്ക്ക് ശേഷം താൽക്കാലികമായി ഹിംസിൽ നിന്ന് മുസ്ലിങ്ങൾ തങ്ങളുടെ സൈനികരെ തിരിച്ചു വിളിച്ചു. തുടർന്ന് അവിടെയുള്ള ക്രിസ്ത്യാനികളോട് പറഞ്ഞു, ഞങ്ങൾ താൽക്കാലികമായി നിങ്ങളുടെ സംരക്ഷണത്തിൽ നിന്ന് പിന്മാറുകയാണ്. അതുകൊണ്ട് ജിസിയ നിങ്ങൾക്ക് തിരികെ തരികയാണ്. അതായത് അവരിൽ നിന്ന് ടാക്സ് യുദ്ധക്കരം വാങ്ങിയിരുന്നു, അത് അവർക്ക് തിരിച്ചു നൽകി. കാരണം നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് എന്തൊരു ഉദ്ദേശത്തിനാണോ നിങ്ങൾ ജിസിയ വാങ്ങുന്നത്, അത് ഞങ്ങൾക്ക് നിറവേറ്റാൻ കഴിയാതെ വന്നിരിക്കുന്നു. അങ്ങനെ ഹിംസുകാർക്ക് അവരുടെ നിന്ന് ഈടാക്കിയിരുന്ന ജിസിയ യുദ്ധക്കരം തിരികെ നൽകപ്പെട്ടു. ഈ തുക എത്രയോ ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഈ തുക തിരിച്ചു നൽകപ്പെട്ടപ്പോൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളുടെ യാഥാർത്ഥ്യബോധവും നീതിയും കാരണം കരയുകയായിരുന്നു. അവർ വീടുകളുടെ മട്ടുപ്പാവിൽ കയറി പ്രാർത്ഥനകൾ നൽകിക്കൊണ്ട് പറഞ്ഞു, ദയാവായ്പുള്ള മുസ്ലിം ഭരണാധിപന്മാരെ, ദൈവം നിങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. മുസ്ലിങ്ങൾ ഹിംസിൽ നിന്ന് പിന്മാറിയത് കാരണം റോമക്കാരുടെ ധൈര്യം കുറെ കൂടി വർദ്ധിച്ചു. അവർ വളരെയേറെ വലിയ സൈന്യവുമായി യർമൂക്കിലെത്തി മുസ്ലിങ്ങൾക്കെതിരിൽ സ്തംഭടിച്ചു. എന്നാൽ അവർ മനസ്സിൽ മുസ്ലിങ്ങളുടെ വിശ്വാസവീര്യത്തെ സംബന്ധിച്ച് ഭയത്തിലുമായിരുന്നു. അതുകൊണ്ട് സുൽഹ് രഞ്ജിപ്പാക്കാനും ആഗ്രഹിച്ചിരുന്നു, അതിന് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റോമൻ പടത്തലവൻ ബാഹാൻ ജോർജ് എന്നു പേരുള്ള ഒരു ദൂതനെ ഇസ്ലാമിക സൈന്യത്തിന്റെ അടുക്കിലേക്ക് അയച്ചു. അയാൾ മുസ്ലിം സൈന്യത്തിന്റെ അടുക്കെത്തിയപ്പോൾ മുസ്ലിങ്ങൾ മഗ്‌രിബ് നമസ്കാരം അനുഷ്ഠിക്കുകയായിരുന്നു. മുസ്ലിങ്ങൾ ഭയഭക്തിയോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടപ്പോൾ അത് അയാളെ ഹഠാത് ആകർഷിച്ചു. അയാൾ ഹദ്റത്ത് അബൂ ഉബൈദയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവയിലൊന്ന്, ഹദ്റത്ത് ഈസാ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് നിങ്ങളുടെ വീക്ഷണം എന്താണ് എന്നായിരുന്നു. ഹദ്റത്ത് അബൂ ഉബൈദ വിശുദ്ധ ഖുറാനിലെ യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനിക്കും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ് ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയമ റസൂലല്ലാഹ് വകലിമതുഹു അൽഖാഹ ഇലാ മറിയമ
വറൂഹും മിൻഹു ഫആമിനു ബില്ലാഹി വറസൂലിഹി ألقاها إلى مريم وروح منه വലാ തഖുലു സലാസ ഇൻതഹു ഖൈറൻ ലക്കും وآمنوا ഇന്നല്ലാഹു برسله ഇലാഹും വാഹിദ് ഇന്നമല്ലാഹു ഇലാഹും വാഹിദ് സുബ്ഹാനഹു لا تقولوا അൻ യകൂന ലഹു വലദുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഖഫാ ബില്ലാഹി വക്കീല. واحد إنما الله إله അതായത് ഗ്രന്ഥാനുസാരികളെ, നിങ്ങൾ നിങ്ങളുടെ മതകാര്യങ്ങളിൽ അമിതത്വം കാണിക്കരുത്. അള്ളാഹുവിനെ സംബന്ധിച്ച് സത്യമല്ലാതെ നിങ്ങൾ പറയുകയും അരുത്. നിശ്ചയമായും മറിയമിന്റെ പുത്രൻ ഈസ മസി അള്ളാഹുവിന്റെ ദൂതനും മറിയമിന് ഇറക്കി കൊടുത്ത വചനവും ആകുന്നു, അവന്റെ പക്കൽ നിന്നുള്ള ആത്മാവുമാകുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുക. यकीनन मसीह നിങ്ങൾ 3 എന്ന് പറയരുത്, നിങ്ങൾ പിൻവാങ്ങുക. അതിനാണ് നിങ്ങൾക്ക് നന്മയുള്ളത്. തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഒരേ ഒരു ആരാധ്യൻ. और उसकी तरफ से एक रूह है, बस अल्लाह पर और उसके रसूल അവൻ മക്കൾ ഉണ്ടാകുന്നതിൽ നിന്നും പരിശുദ്ധനത്രേ. और 3 मत कहो ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമെല്ലാം അവന്റേതാകുന്നു. രക്ഷാകർത്താവായി അള്ളാഹു മതിയവനാകുന്നു. यकीनन अल्लाह ही वाहिद माबूद है, वो पाक है उससे इससे कि उसका कोई बेटा हो, उसी का തുടർന്ന് है और അടുത്ത ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു. हैसियत कारसाज ലൻ യസ്തൻകൻ ഫിൽ മസീഹ് അൻ യകൂന അബ്ദൻ ലില്ലാഹി വലായി മലായികത്തി വലൽ മലായികത്തു വൽ മുഖറബൂൻ. താൻ അള്ളാഹുവിന്റെ ദാസനായി ഇരിക്കുന്നതിനെ മസീഹ് ഒരിക്കലും അവജ്ഞയോടെ കാണുകയില്ല. ദൈവസാമീപ്യമുള്ള മലക്കുകളും അത് മോശമായി ഗണിക്കുന്നതല്ല. अगली आयत पढ़ी ജോർജ് വിശുദ്ധ ഖുർആന്റെ ഈ പാഠങ്ങൾ കേട്ടപ്പോൾ तनकिफल मसीह ഉച്ചസ്ഥരം പറഞ്ഞു, अन यकूना തീർച്ചയായും ഈ തന്നെയാണ് മസീഹിന്റെ സവിശേഷതകൾ. वलल मलाइक നിങ്ങളുടെ പ്രവാചകൻ സത്യവാനാകുന്നു. मलाइकतुल मुक़र्रबून അങ്ങനെ പ്രതിനിധിയായി വന്ന ആൾ മുസ്ലിമായി മാറി. അയാൾ തന്റെ സൈന്യത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഹദ്റത്ത് അബൂ ഉബൈദ പറഞ്ഞു, नहीं बनाएगा, ഞങ്ങൾ കരാർ ലംഘിച്ചുവെന്ന് റോമക്കാർ കരുതുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോവുക. ना ही मुकर्रर നാളെ ഇവിടെ നിന്ന് പോകുന്ന പ്രതിനിധിയോടൊപ്പം തിരികെ വരിക. जॉर्ज ने ക്രിസ്ത്യൻ സൈന്യത്തെ ഹദ്റത്ത് അബൂ ഉബൈദ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഇസ്ലാമിക സമത്വവും സഹോദര്യവും ഇസ്ലാമിക ധാർമ്മികതയും कि यही അവർക്ക് മുന്നിൽ വിവരിച്ചു. और कहा कि तुम्हारा पैगंबर से അടുത്ത ദിവസം ഹദ്റത്ത് ഖാലിദ് അവരുടെ അടുക്കൽ പോയി. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ തുടങ്ങി. സൈന്യത്തിന് മേലിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു. അവർ സൈന്യത്തിന് വെള്ളം കൊടുക്കുകയും പടയാളികൾക്ക് ആവേശം പകരുകയും ചെയ്തിരുന്നു. ആ സ്ത്രീകളിൽ ഹദ്റത്ത് അസ്മാ ബിൻത്ത് അബൂബക്കർ, ഹദ്റത്ത് ഹിന്ദ് ബിൻത്ത് ഉത്ബ, ईसाई लश्कर को हज़रत उबैदा ने ഇവർ ഹദ്റത്ത് അബൂ സുഫിയാന്റെ ഭാര്യയാണ്. മക്ക വിജയ സമയത്താണ് മുസ്ലിമായത്. ഹദ്റത്ത് ഉമ്മു ആബാൻ എന്നിവരും ഉണ്ടായിരുന്നു. अगले दिन हज़रत खालिद ഹദ്റത്ത് അബൂ ഉബൈദ യുദ്ധത്തിനു മുമ്പ് മുസ്ലിം സ്ത്രീകൾ സംഭവം ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ വീരാങ്കനകളെ, തമ്പുകളുടെ 4 കാലുകളും പിഴുതെടുത്ത് കയ്യിൽ കരുതുക. തങ്ങളുടെ സഞ്ചികളിൽ കല്ലുകൾ നിറയ്ക്കുക. മുസ്ലിങ്ങളെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. और गाजियों അവരോട് പറയുക, ഇന്ന് നിങ്ങളുടെ യുദ്ധമാണ്, നിങ്ങൾ പിന്തിരിയരുത്. हज़रत हिंद बिन മുസ്ലിം സൈന്യം വിജയിക്കുന്നത് കാണുകയാണെങ്കിൽ अबू सुफियान നിങ്ങൾ അതാ സ്ഥലത്ത് തന്നെ നിൽക്കുക. फतह मक्का എന്നാൽ മുസ്ലിങ്ങൾ പിന്തിരിയുന്നത് കണ്ടാൽ हज़रत उम्मे अबान അവരുടെ മുഖത്ത് हज़रत अबू उबैदा ने जंग ടെന്റുകളുടെ കാലുകൾ കൊണ്ട് കുത്തുകയും കല്ലെറിഞ്ഞ് അവർ യുദ്ധമൈതാനത്തേക്ക് തിരിച്ചയക്കുകയും ചെയ്യണം. തങ്ങളുടെ മക്കളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരോട്, അതായത് മുസ്ലിം സൈന്യത്തോട് പറയുക, നിങ്ങൾ പോയി നിങ്ങളുടെ കുടുംബത്തിനും ഇസ്ലാമിനും വേണ്ടി ജീവൻ ത്യജിക്കുവിൻ. और मुसलमान തുടർന്ന് അദ്ദേഹം മുസ്ലിം പുരുഷന്മാരെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, आज तो ദൈവദാസന്മാരെ, ദൈവസഹായത്തിനായി മുന്നേറുക. അവൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പാദങ്ങൾക്ക് സ്ഥൈര്യം നൽകുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ ദാസന്മാരെ, നിങ്ങൾ സഹനം കൈക്കൊള്ളുക. मुसलमान पीछे हट കുഫറിൽ നിന്ന് മോചനത്തുള്ള മാർഗവും അള്ളാഹു തൃപ്തിപ്പെടാനുള്ള ഉപായവും ന്യൂനതകളെ മറയ്ക്കുന്നതും സഹനം തന്നെയാണ്. നിങ്ങളുടെ അണികളെ ശിഥിലമാക്കരുത്. उठाना और യുദ്ധം जाओ നിങ്ങളായിട്ട് ആരംഭിക്കരുത്. हाल और इस्लाम की खातिर जाने दो। അമ്പുകൾ കൊണ്ട് ഉന്നം പിടിക്കുകയും आप मर्दों से यूं मुखातिब പരിചകൾ സംരക്ഷിക്കുകയും ചെയ്യുക. അധരങ്ങളിൽ ദൈവസ്മരണ നിലനിർത്തുക.
അങ്ങനെയാൽ അള്ളാഹു തന്റെ ആഗ്രഹം നടപ്പിൽ വരുത്തുന്നതാണ്. യുദ്ധത്തിന് നിങ്ങൾ ആരംഭം കുറിക്കരുത്, എന്നാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിന്തിരിയരുത്. कि सब्र ही कुफर से निजात का जरिया ശത്രുക്കളുടെ സൈന്യത്തിന് മുന്നിൽ ആ സമയത്ത് സ്വർണ്ണക്കുരിശുണ്ടായിരുന്നു. और आर को അവരുടെ യുദ്ധ കോപ്പുകളുടെ തിളക്കം കാരണം കണ്ണുകൾ മഞ്ഞളിച്ചു പോകുമായിരുന്നു. മാത്രമല്ല അവർ ആപാത ചൂടം ലോഹ കവചം അണിഞ്ഞിരുന്നു, न करना, അതായത് ആളുകൾ അണിഞ്ഞിരുന്നു. लो और जुबानों को खुदा के जिक्र से तर रखो। യുദ്ധമൈതാനത്ത് തങ്ങൾ പിന്മാറില്ലെന്ന പ്രഖ്യാപനവുമായി അവർ തങ്ങളുടെ കാലുകളിൽ ചങ്ങല കെട്ടിയിരുന്നു. അതായത് ഒന്നുകിൽ ഞങ്ങൾ വധിക്കും അല്ലെങ്കിൽ വധിക്കപ്പെടും. तो फिर पीठ नहीं दिखानी। പാതിരിമാർ ഇഞ്ചിയിലെ വചനങ്ങൾ വായിച്ച് അവർക്ക് ആവേശം പകർന്നിരുന്നു. लश्कर के आगे उस वक्त सोने की सलीब നിഷേധികളുടെ ഈ സൈന്യം സമുദ്രത്തിലെ തിരമാലകൾ കണക്ക് മുന്നോട്ട് ഗമിച്ചു. അവർ 2 ലക്ഷത്തോളം സൈനികരുണ്ടായിരുന്നു. ഇവിടെ കേവലം 30,000 പേരും യുദ്ധം ആരംഭിച്ചു. തുടക്കത്തിൽ റോമക്കാരുടെ ഭാഗത്താണ് വിജയം കണ്ടത്. അവർ മുസ്ലിങ്ങളെ പിന്നിലേക്ക് നീക്കിക്കൊണ്ടിരുന്നു. മുസ്ലിങ്ങളിൽ ആരൊക്കെയാണ് സഹാബാക്കൾ എന്ന് ക്രിസ്ത്യാനികൾ രഹസ്യമായി മനസ്സിലാക്കി വെച്ചിരുന്നു. പിന്നെ അവർ കുറച്ച് അമ്പയത്തിൽ പ്രാവീണ്യമുള്ളവരെ या मार देंगे या കുന്നുകളിൽ നിയോഗിച്ചു. സഹാബാക്കളെ പ്രത്യേകമായും കുരുമാനമാക്കാൻ അവരോട് നിർദ്ദേശം നൽകുകയും ചെയ്തു. വലിയ വലിയ ആളുകൾ കൊല ചെയ്യപ്പെട്ടാൽ पार समुद्र की लहरों പിന്നെ ബാക്കിയുള്ള സൈന്യത്തിന്റെ ഇച്ഛാശക്തി ക്ഷയിക്കുന്നതാണെന്ന് അങ്ങനെ അവർ യുദ്ധമൈതാനത്ത് നിന്ന് പിന്തിരിയുമെന്നും ശത്രുക്കൾക്ക് അറിയാമായിരുന്നു. ഏതായാലും അതിന്റെ പരിധിയിൽ നിരവധി സഹാബാക്കൾ വിധിക്കപ്പെടുകയും പലരുടെയും കണ്ണുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. ഈ അവസ്ഥ കണ്ടപ്പോൾ മക്ക വിജയവേളയിൽ മുസ്ലിം ആയിട്ടുണ്ടായിരുന്ന അബൂജിഹലിന്റെ മകൻ ഇക്രിമയ്ക്ക് കാണാനിടയായി. അദ്ദേഹം മക്ക വിജയവേളയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ അപരാധങ്ങൾക്ക് പ്രായശ്ചിത്തം, അതായത് ആദ്യകാലത്തുണ്ടായ കാര്യങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ തൗഫീക്ക് കിട്ടുന്നതിന് ദുആക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. दिल खुद ब खुद टूट जाएंगे और वो मैदान से भाग जाएंगे। नतीजा ये അദ്ദേഹം തന്റെ കുറച്ച് സുഹൃത്തുക്കളെയും കൂട്ടി ഹദ്രത്ത് അബൂ ഉബൈദയുടെ कि आंखें भी जाया हो गई। സവിധത്തിലെത്തി പറഞ്ഞു, ये हालत देखी तो इकरमा अबू जहल के बेटे जो फतह मक्का के वक्त मुसलमान हो गए थे, जिन्होंने फतह मक्का के रोज़ रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम से ये अर्ज़ की थी कि दुआ कीजिए कि अल्लाह मुझे तलाफ़ी माफ़ात സഹാബാക്കൾ വളരെ വലിയ സേവനങ്ങൾ ചെയ്തു കഴിഞ്ഞവരാണ്. तौफीक अता फरमाए। ഇനി പിന്നീട് വന്ന ഞങ്ങൾക്ക് പുണ്യം കരസ്ഥമാക്കാനുള്ള അവസരം തന്നാലും ഞങ്ങൾ ശത്രു സൈന്യത്തിന്റെ ചങ്കിൽ, അതായത് മധ്യനിരയെ ആക്രമിക്കുന്നതും ക്രിസ്ത്യൻ സൈന്യാധിപന്മാരെ വധിക്കുകയും ചെയ്യുന്നതാണ്. ഹസ്രത്ത് അബൂബൈദ പറഞ്ഞു, ഇത് വളരെ അപകടകരമായ കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ സകല യുവാക്കളും വധിക്കപ്പെടുന്നതാണ്, പോകുന്നവരെല്ലാം. हाजिर हुए ഇക്രിമ പറഞ്ഞു, അത് ശരിയാണ്, പക്ഷെ അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഞങ്ങൾ യുവാക്കൾ രക്ഷപ്പെടുകയും സഹാബാക്കൾ കൊല്ലപ്പെടുകയും ചെയ്യണമെന്ന് താങ്കൾ ആഗ്രഹിക്കുമോ? മുസ്ലിം ആയ ശേഷം അദ്ദേഹത്തിനൊരു പ്രത്യേക വിശ്വാസവീര്യം വന്നിട്ടുണ്ടായിരുന്നു. ദൈവമാർഗത്തിൽ ജീവത്യാഗം വരിക്കാൻ ഉത്കടമായ ആഗ്രഹമുണ്ടായിരുന്നു. 400 സൈനികരെയും കൊണ്ട് ശത്രു സൈന്യത്തിന്റെ മധ്യയിൽ ആക്രമണത്തിന് അദ്ദേഹം കൂടെ കൂടെ അനുമതി ചോദിച്ചുകൊണ്ടിരുന്നു. कि बड़े खतरे की അവസാനം ഹദ്രത്ത് അബൂ ഉബൈദ അദ്ദേഹം ശാഠ്യം പിടിക്കുന്നത് കണ്ടപ്പോൾ അനുമതി നൽകി. അങ്ങനെ അവർ സൈന്യത്തിന്റെ മധ്യനിരയെ ആക്രമിച്ചു, അവരെ പരാജിതരാക്കി. പക്ഷെ ആ യുദ്ധത്തിൽ നിരവധി യുവാക്കൾ ഷഹീദാക്കപ്പെട്ടു. മുസ്ലിങ്ങൾ റോമക്കാരെ അവരുടെ കിടങ്ങുകളിലേക്ക് പിന്തള്ളിക്കൊണ്ടുപോയി. അത് റോമക്കാർ തന്നെ തങ്ങൾക്ക് പിന്നിൽ തയ്യാറാക്കി വെച്ചതായിരുന്നു. ഓടിപ്പോകാതിരിക്കാൻ അവർ തങ്ങളുടെ കാലുകൾ ബന്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒന്നൊന്നായി കിടങ്ങുകൾക്കുള്ളിലേക്ക് വീണുകൊണ്ടിരുന്നു. ഒരാൾ വീഴുമ്പോൾ അയാൾ 10 പേരെയും കൊണ്ടാണ് വീണത്. 80,000 ശത്രുക്കൾ പിന്നിലേക്ക് നീങ്ങി യർമൂക്ക് നദിയിൽ വീണ് മരിച്ചു. 100,000 റോമക്കാരും മുസ്ലിങ്ങൾ യുദ്ധമൈതാനത്ത് വധിക്കുകയുണ്ടായി. 3000-ഓളം മുസ്ലിങ്ങൾ ഷഹീദായി. ഇതാണ് യർമൂക്ക് യുദ്ധം. मान रोमियों को ഹദ്രത്ത് മുസ്ലിം മൗദ് धकेलते हुए ഈ സംബന്ധമായി जो उन रोमियों ने अपने पीछे बनाई हुई थी, വിവരിച്ചുകൊണ്ട് പറയുന്നു, उन्होंने अपने आप को जंजीरों से बांधा भी हुआ, യുദ്ധം അവസാനിച്ചപ്പോൾ दौड़ न सके, इसलिए वो पैदल पै യുദ്ധം അവസാനിച്ചപ്പോൾ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും ഇക്രിമയെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും അന്വേഷിക്കുകയായിരുന്നു. कुफार पीछे हटते हुए दरियाए यरमूक में അവിടെ എന്താണ് കാണുന്നത്? അവിടെ കിടക്കുന്ന 12 പേരെ കണ്ടു. कत्ल किया, അവരിലൊന്ന് ഇക്രിമയായിരുന്നു. शहीद हुए। ഒരു മുസ്ലിം ഭടൻ അവരുടെ അടുക്കലെത്തി. जंग यरमूक ഇക്രിമയുടെ ഈ അവസ്ഥ വളരെ മോശമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇക്രിമ, എന്റെ കയ്യിൽ വെള്ളത്തിന്റെ പാത്രമുണ്ട്, നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കുക. ഇക്രിമ മുഖം തിരിച്ചു നോക്കിയപ്പോൾ ഹസ്രത്ത് അബ്ബാസിന്റെ മകൻ ഹസ്രത്ത് ഫസൽ പരിക്കേറ്റ് കിടക്കുന്നത് കാണുകയുണ്ടായി. और उनके ഇക്രിമ ആഗതനോട് പറഞ്ഞു, ഞാൻ ശത്രുപക്ഷത്തായിരുന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സഹായിച്ചവരുടെ മക്കൾ വെള്ളം കിട്ടാതെ മരിക്കുകയും ഞാൻ വെള്ളം കുടിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിന് എന്റെ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല. और इकरमा की हालत देखी, बड़ी
उसने कहा इकरमा അതായത് മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഉള്ളിൽ ത്യാഗത്തിന്റെ ഒരു വികാരമായി ഉയർകൊണ്ടിരുന്നു. അതുകൊണ്ട് ആദ്യം അദ്ദേഹത്തിന്, അതായത് ഫദ്ൽ ബിൻ അബ്ബാസിന് വെള്ളം കൊടുക്കുക. हजरत फजल जख्मी हालत में पड़े ഒരുപക്ഷെ അദ്ദേഹം രക്ഷപ്പെട്ടേക്കാം. അതിനുശേഷം से कहा എന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. मेरी गैरत की ആഗതൻ ഹസരത്ത് ഫദിലിന്റെ അടുക്കലെത്തി. അദ്ദേഹം रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम പരിക്കേറ്റ് അടുത്ത് കിടക്കുന്ന ആളിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹം എന്നേക്കാൾ ആവശ്യക്കാരനാണ്, ആദ്യം അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ ആഗതൻ ഏത് പടയുടെ അടുക്കൽ ചെല്ലുമ്പോഴും അവർ അടുത്ത യോദ്ധാവിന്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു. ആരും വെള്ളം കുടിച്ചില്ല. അങ്ങനെ അവസാന പടയുടെ അടുത്തെത്തിയപ്പോൾ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. തിരിച്ചടുത്ത ആളിലേക്ക് വന്നു. അങ്ങനെ ഇക്രിമയുടെ അടുക്കിലേക്ക് എത്തി. പക്ഷെ അപ്പോഴേക്ക് അവരെല്ലാവരും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. जख्मी की तरफ इशारा किया और कहा कि पहले उसे पानी पिलाओ, वो मुझसे ज्यादा मुस्तहिक, സിറിയയിലെ ആളുകൾ वो उस जख्मी വ്യത്യസ്ത മതാനുയായികളായിരുന്നു. ഭാഷകളും വ്യത്യസ്തമായിരുന്നു, വംശങ്ങളും വ്യത്യസ്തമായിരുന്നു. ഹസ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് അവർക്കിടയിൽ നീതിയും സമത്വവും ഉണ്ടാക്കുകയും ആഭ്യന്തര സമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം അനുവദിച്ചു. फौत हो चुका था। നിങ്ങളും സർവ്വജനങ്ങളും ആദമിന്റെ മക്കളാണ് എന്നും എല്ലാവരും സഹോദരങ്ങളാണെന്നും ഉള്ള മനുഷ്യനെന്ന നിലയ്ക്ക് ആർക്കിടയിലും വ്യതിരിക്തതയിൽ നിന്നുമുള്ള ഇസ്ലാമിക ഭാവന അവരിൽ ഉണ്ടാക്കി. मुख्तलिफ मज़हब के प्यार അവരെ നിർബന്ധിച്ച് മുസ്ലിങ്ങളാക്കിയിരുന്നതല്ല എന്ന് തെറ്റായ ആരോപണം ഉന്നയിക്കാറുണ്ട്. അദ്ദേഹം റോമക്കാർക്ക് സ്വാതന്ത്ര്യമാണ് നൽകിയത്. ഗോത്രങ്ങളെ പരിചയപ്പെടുത്തി ശാന്തിയും സമാധാനവും സ്വാതന്ത്ര്യവും സ്ഥാപിച്ചു. ഹദ്രത്ത് അബൂബൈദയുടെ പരിശ്രമഫലമായി സിറിയയിൽ വസിച്ചിരുന്ന ക്രിസ്തുമതാനുയായികൾ ഇസ്ലാമിന്റെ മടിത്തട്ടിലേക്ക് വന്നു. സത്യപ്രബോധനത്തിലൂടെ ആണ്, ശക്തി ചെലുത്തിക്കൊണ്ടായിരുന്നില്ല. और इनमें തബ്ലീഗ് അഥവാ സത്യപ്രബോധനത്തിലൂടെയാണ് വന്നത്. കൂടാതെ മുസ്ലിങ്ങളുടെ മാതൃക കണ്ടതുകൊണ്ടാണ് വന്നത്. അതേപറ്റി നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. മാത്രമല്ല റോമക്കാരും ക്രിസ്ത്യാനികളും അദ്ദേഹത്തിന്റെ जान करवाई, അവരുടെ സ്വഭാവത്തിൽ ആകൃഷ്ടരായിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്. शादी कायम फरमाई। യർമൂക്ക് വിജയത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹദ്രത്ത് അബൂബക്കർ മരണപ്പെടുകയും ഹദ്രത്ത് ഉമർ ഖലീഫയെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഹദ്രത്ത് ഉമർ സിറിയയുടെ മേൽനോട്ട സൈനിക നേതൃത്വവും ഹദ്രത്ത് അബൂ ഉബൈദയെ ഏൽപ്പിച്ചു. ताकत से नहीं आए, ഹദ്രത്ത് അബൂ ഉബൈദയ്ക്ക് ഹദ്രത്ത് ഉമറിന്റെ ഈ നിയമന ഉത്തരവ് ലഭിച്ചപ്പോൾ യുദ്ധം മൂർധന്യാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഹദ്രത്ത് അബൂ ഉബൈദ കത്തിനെ കുറിച്ച് ഒന്നും വെളിപ്പെടുത്തിയില്ല. എന്നാൽ ഖാലിദ് ബിൻ വലീദിന് അതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദ് ആ സമയത്ത് സൈന്യാധിപനായിരുന്നു. അദ്ദേഹം ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഈ കാര്യം മറച്ചു വെച്ചത്? ഹദ്രത്ത് അബൂ ഉബൈദ പറഞ്ഞു, കാരണം നമ്മൾ ശത്രുക്കൾക്കെതിരെ പോരാടുകയായിരുന്നു. ഒരു വിധത്തിലും താങ്കൾക്ക് മനോവിഷമം ഉണ്ടാകുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ മുസ്ലിങ്ങൾക്ക് വിജയം ലഭിക്കുകയും ഹദ്രത്ത് ഖാലിദിന്റെ സൈന്യം ഇറാഖിലേക്ക് തിരികെ പോകാൻ ഒരുങ്ങുകയും ചെയ്തപ്പോൾ ഹദ്രത്ത് അബൂ ഉബൈദ ഹദ്രത്ത് ഖാലിദിനെ കുറച്ചു സമയത്തേക്ക് അവിടെ തന്നെ നിർത്തുകയുണ്ടായി. ഹദ്രത്ത് ഖാലിദ് തിരിച്ചു പോകുമ്പോൾ ജനങ്ങൾ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ ഉമ്മത്തിൽ അമീൻ അതോ വിശ്വസ്തൻ, അതായത് അബൂ ഉബൈദയുടെ മേൽനോട്ടത്തിൽ നിങ്ങൾ ആക്കുന്നതിൽ നിങ്ങൾ സന്തുഷ്ടരായിരിക്കുക. അപ്പോൾ ഹദ്രത്ത് അബൂ ഉബൈദ പറഞ്ഞു, ഖാലിദ് ബിൻ വലീദ് അള്ളാഹുവിന്റെ വാളുകളിൽ വാളാണെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇങ്ങനെ സ്നേഹാദരവിന്റെ അന്തരീക്ഷത്തിൽ ഇരു സൈന്യാധിപന്മാരും പിരിഞ്ഞു പോവുകയുണ്ടായി. ഇതാണ് വിശ്വാസിയുടെ ഭയഭക്തി. അവർക്ക് പേരോ പെരുമയോ നേതൃത്വമോ സ്ഥാനമാനങ്ങളോ ആഗ്രഹിച്ചില്ല. उन्होंने लोगों से मुखातब होकर फरमाया कि तुम्हें खुश അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണമെന്നതും അള്ളാഹുവിന്റെ രാജാധിപത്യം ഭൂമിയിൽ സ്ഥാപിതമാകണമെന്നതും മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ചുരുക്കത്തിൽ ഈ ആളുകൾ നമുക്ക് ഉത്തരവ് മാതൃകയാകുന്നു. എല്ലാ ഭാരവാഹിയും മറിച്ച് ഓരോ അഹമ്മദിയും ഇക്കാര്യം തങ്ങളുടെ മുന്നിൽ വെക്കേണ്ടതാണ്. गरज इस तरह मोहब्बत और एहतराम की खुदा में दोनों कायदे एक दूसरे से जुदा हुए। ये है मोमिन का तकवा, ना नाम की ख्वाहिश, ना नमूद की ख्वाहिश, ना किसी अफसरी और ओहदे की ख्वाहिश। ബൈത്തുൽ മുഖദ്ദസ് വിജയം ഹദ്രത്ത് അബൂ ഉബൈദയുമായി ബന്ധപ്പെട്ടതാണ് खुदा ताला की रजा വിവരിക്കുന്നത്. हासिल की जाए और खुदा ताला की बादशाह दुनिया ഹദ്രത്ത് അമർ ബിൻ ആസിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക സൈന്യം ഫലസ്തീനിലേക്ക് മുന്നേറി. അവർ ഫലസ്തീനിലെ പട്ടണങ്ങൾ ജയിച്ചടക്കി. हसना है। ബൈത്തുൽ മുഖദ്ദസ് വളഞ്ഞു. अहदेदार को അപ്പോൾ ഹദ്രത്ത് അബൂ ഉബൈദയുടെ സൈന്യവും അവരെ കണ്ടുമുട്ടി. रखना चाहिए। ക്രിസ്ത്യാനികൾ ഉപരോധത്തിൽ വീർപ്പുമുട്ടി സുലഹിന് മുന്നിട്ടിറങ്ങി. എന്നാൽ ഹദ്രത്ത് ഉമർ വന്ന് സുലഹിനുള്ള ഉടമ്പടി ചെയ്യണമെന്ന് അവർ നിബന്ധന വെച്ചു. ഹദ്രത്ത് അബൂ ഉബൈദ ക്രിസ്ത്യാനികളുടെ ഈ അഭിപ്രായം ഹദ്രത്ത് ഉമറിന് മുന്നിൽ എത്തിച്ചു. അതായത് അതേപ്പറ്റി ഉമറിനെ അറിയിച്ചു. इस्लामी ഹദ്രത്ത് ഉമർ ഹദ്രത്ത് അലിയെ തന്റെ അഭാവത്തിൽ അമീറായി നിശ്ചയിച്ചുകൊണ്ട്
ഹിജ്റ 16 വർഷം റബിയുൽ അവൽ മാസത്തിൽ മദീനയിൽ നിന്ന് പുറപ്പെട്ടു. उबैदा का लश्कर भी उनसे അദ്ദേഹം ഡമസ്കസിലെ ഒരു ഗ്രാമീണ പ്രദേശമായ किलाबंदी से ജാബിയയിലെത്തി. सुलह की पेशकश की। അവിടെ ഉണ്ടായിരുന്ന സൈന്യാധിപന്മാർ അദ്ദേഹത്തെ വരവേറ്റു. അദ്ദേഹം ചോദിച്ചു, എന്റെ സഹോദരൻ എവിടെ? ईसाइयों की ജനങ്ങൾ ചോദിച്ചു, യാ അമീർ അൽ മോമിൻ, അങ്ങ് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? उम्र को इसकी इतला दी। അദ്ദേഹം പറഞ്ഞു, അബൂ ഉബൈദ. ജനങ്ങൾ പറഞ്ഞു, ഇപ്പോൾ വരും. ഇത്രയും ആയപ്പോഴേക്കും ഹദ്റത്ത് അബൂ ഉബൈദ ഒട്ടകപ്പുറത്തേറി അവിടെ എത്തി. 16 हिजरी അദ്ദേഹം സലാം ചൊല്ലി സുഖവിവരങ്ങൾ അറിഞ്ഞു. ഹദ്റത്ത് ഉമർ മറ്റെല്ലാവരെയും പോകാൻ പറയുകയും ഹദ്റത്ത് അബൂ ഉബൈദയോടൊപ്പം बाद में एक बस्ती है അദ്ദേഹത്തിന് താമസ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. जहाँ कायदीन ने आपके इस्तकबाल के അവിടെ ഒരു വാളും പരിചയും പായയും ഒരു പാത്രവും അല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ഹദ്റത്ത് ഉമർ പറഞ്ഞു, अमीरुल मोमिनीन അബൂ ഉബൈദ, आपकी मुराद കുറച്ച് സാധനങ്ങൾ സംഘടിപ്പിച്ചു തരാം. आपने फरमाया വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണ്ടതാണ്. अर्ज किया ഹദ്റത്ത് അബൂ ഉബൈദ പറഞ്ഞു, യാ അമീർ അൽ മോമിനീൻ, അതെല്ലാം നമ്മളെ സുഖസൗകര്യങ്ങളിലേക്ക് തിരിക്കുന്നതാണ്. की दरियाफ्त की। हजरत उमर ने बाकी सब लोगों സാധനങ്ങളെല്ലാം എനിക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ സുഖസൗകര്യങ്ങളായാൽ പിന്നെ അതിൽ തന്നെ പെട്ടുപോകുന്നതാണ്. അതുകൊണ്ട് അതൊന്നും വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സന്ദർഭത്തിലുണ്ടായ ഹദ്റത്ത് ബിലാലിന്റെ ബാങ്കിനെ സംബന്ധിച്ച് ഹൃദയസ്പർശിയായ സംഭവം നേരത്തെ വിവരിച്ചിട്ടുണ്ട്. ഹദ്റത്ത് ബിലാൽ अबू उबैदा कुछ सामान റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ബാങ്ക് കൊടുക്കുകയില്ലായിരുന്നു. हजरत उबैदा എന്നാൽ അന്ന് നമസ്കാര സമയമായപ്പോൾ ഹദ്റത്ത് ബിലാലിനോട് ബാങ്ക് കൊടുക്കാൻ കൽപ്പിക്കണമെന്ന് ജനങ്ങൾ ഹദ്റത്ത് ഉമറിനോട് ആവശ്യപ്പെട്ടു. लेकिन फिर അങ്ങനെ ഹദ്റത്ത് ഉമറിന്റെ കൽപ്പനയെ തുടർന്ന് ഹദ്റത്ത് ബിലാൽ ബാങ്ക് കൊടുത്തു. അത് കേട്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. इस मौके पर ജനങ്ങളുടെ നേത്രങ്ങൾ കണ്ണീരണിഞ്ഞു. ഏറ്റവും അധികം കരഞ്ഞത് एक बयान हो चुका ഹദ്റത്ത് ഉമർ ആയിരുന്നു. बिलाल കാരണം ആ ബാങ്ക് അവർക്കെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. अजान न देते थे। इस मौके റോമക്കാരുടെ അവസാനത്തെ ശ്രമത്തെ സംബന്ധിച്ച് എഴുതുന്നു, लोगों ने हजरत उमर से इसरार ഹിജ്റ 17 റോമക്കാർ को अजान देने മുസ്ലിങ്ങളിൽ നിന്ന് സിറിയയെ തിരിച്ചുപിടിക്കാൻ हजरत उमर ഒരു അവസാനവട്ട പരിശ്രമം നടത്തി. ने जो अजान വടക്കൻ സിറിയയിലെ അൽ ജസീറ, വടക്കൻ ഇറാഖ്, അർമീനിയ എന്നിവിടങ്ങളിലെ ഖുർദുകളും ഗ്രാമീണരും ക്രിസ്ത്യാനികളും ഇറാനികളും മുസ്ലിങ്ങൾക്കെതിരിൽ തങ്ങളെ സഹായിക്കണമെന്ന് ഹെർക്കുലിസ് രാജാവിനോട് അപേക്ഷിച്ചു. याद करा दिया। അദ്ദേഹം 30,000 സൈനികരെ നൽകാമെന്ന് സമ്മതിച്ചു. ആ സമയത്ത് അൽ ജസീറയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും സഅദ് ബിൻ അബി വക്കാസ് ജയിച്ചടക്കിയിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഗ്രാമീണരിൽ ആധിപത്യം നേടാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ റോമൻ ചക്രവർത്തിയുടെ ആധിപത്യം തുടരുകയായിരുന്നു. जजीरा शुमाली इराक അയാൾ സന്ദർഭം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ഒരു വലിയ നാവിക സേനയുമായി ആക്രമണം നടത്തി. ഗ്രാമീണ ഗോത്രങ്ങളുടെ വമ്പിച്ചൊരു സൈന്യം ഹിംസ് പട്ടണത്തെ വളഞ്ഞു. उन्होंने अपनी വടക്കൻ സിറിയയിലെ ചില നഗരങ്ങളും കലാപമുണ്ടാക്കി. गो के उस वक्त अल जजीरा का ഹദ്റത്ത് അബൂ ഉബൈദ സഹായ സേനയ്ക്ക് വേണ്ടി वकास ने पता ഹദ്റത്ത് ഉമറിന് കത്തെഴുതി. ഹദ്റത്ത് ഉമർ ഉടൻ തന്നെ കൂഫയിൽ നിന്ന് സഹായ സേന അയക്കാൻ ഹദ്റത്ത് സഅദ് ബിൻ അബി വക്കാസിന് നിർദ്ദേശം നൽകി. അങ്ങനെ ഹദ്റത്ത് സഅദ് ബാഖ ബിൻ അമറിന്റെ നേതൃത്വത്തിൽ उसने मौका ഒരു സൈന്യത്തെ और एक കൂഫയിൽ നിന്ന് അയച്ചു. बड़ी फौज के പക്ഷെ ഇതൊക്കെയായിട്ടും റോമൻ സൈന്യത്തിന്റെയും മുസ്ലിം സൈന്യത്തിന്റെയും എണ്ണത്തിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. लश्कर ने ഹദ്റത്ത് അബൂ ഉബൈദ സൈനികരോട് ആവേശഭരിതമായ ഒരു പ്രഭാഷണം നടത്തി. के कुछ शहरों അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങളെ, ഇന്ന് സ്ഥിരതയോടെ നിൽക്കുന്നവർ ജീവനോടെ അവശേഷിച്ചാൽ അവർക്ക് രാജ്യവും സമ്പത്ത് ലഭിക്കുന്നതാണ്. ഇനി വധിക്കപ്പെടുകയാണെങ്കിൽ ഷഹാദത്തിന്റെ അമൂല്യ നിധിയാണ് ലഭിക്കുക. ശിർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ മരണപ്പെടുന്ന ആൾ സ്വർഗസ്ഥനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നു. की तादाद में बहुत ज्यादा फर्क था। രണ്ടു കൂട്ടരും തമ്മിൽ ഘോരയുദ്ധം തുടങ്ങി. മുസ്ലിങ്ങൾക്കെതിരിൽ കുറച്ചു സമയത്തിനകം തന്നെ റോമക്കാരുടെ ചുവടുകൾ പിടിച്ചു. അവർ സിറിയയുടെ അതിർത്തി പ്രദേശങ്ങളുടെ പട്ടണമായ മിസ്സിയിൽ നിന്ന് और अगर जिंदा बचा 10 മൈൽ ദൂരെയുള്ള പർവ്വത माल उसको मिलेगा താഴ്വരയായ മർജു ദീദാജ് വരെ दौलत मिलेगी। ഓടിപ്പോയി. പിന്നീട് ഒരിക്കലും റോമൻ ചക്രവർത്തിക്ക് സിറിയയിലേക്ക് മുന്നേറാൻ ധൈര്യം വന്നിട്ടില്ല. साल में मरे कि वो मुशरिक ना हो താഊൻ അംവാസ്, दाखिल होगा। ഇതും ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഇത് റമല്ലയിൽ നിന്ന് देर में रोमियों ബൈത്തുൽ മുഖദ്ദസിന്റെ വഴിയിൽ 6 മൈൽ ദൂരെയുള്ള ഒരു താഴ്വരയാണ്. ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു ഇവിടെയാണ് ആദ്യമായി പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടത്. അതുകൊണ്ടാണ് ഇതിനെ താഊൻ അംവാസ് എന്ന് പറയുന്നത്. ഈ രോഗം കാരണം സിറിയയിൽ എണ്ണമറ്റ മരണങ്ങൾ ഉണ്ടായി. ചിലരുടെ അഭിപ്രായത്തിൽ ഈ രോഗം കാരണം 25,000 പേർ മരണപ്പെട്ടു. ബുഖാരിയിൽ ഒരു നിവേദനത്തിൽ ഇതിന്റെ വിശദീകരണമുണ്ട്. ഹദ്റത്ത് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് നിവേദനം ചെയ്യുന്നു,
ഹദരത്ത് ഉമർ സർഗ് എന്ന സ്ഥലത്തെത്തി. സർഗ് സിറിയയുടെയും ഹിജാസിന്റെയും അതിർത്തി പ്രദേശത്തുള്ള തബൂക്ക് താഴ്വരയിലെ ഒരു സ്ഥലമാകുന്നു. അവിടേക്ക് മദീനയിൽ നിന്ന് 17 രാത്രി സഞ്ചരിക്കാനുള്ള ദൂരമുണ്ട്. പഴയ ചരിത്രഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ അർത്ഥം ആയിരക്കണക്കിന് മേൽ ദൂരെയുള്ള സ്ഥലമായിരുന്നു. അദ്ദേഹം അവിടെ സൈന്യാധിപന്മാരായ ഹദരത്ത് അബൂബൈദയും അദ്ദേഹത്തിന്റെ സംഘത്തെയും കണ്ടു. ജനങ്ങൾ പറഞ്ഞു, നാട്ടിൽ പ്ലേഗ് പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഹദരത്ത് ഉമർ ആദ്യകാല മുഹാജിരിങ്ങളുടെ അഭിപ്രായം ആരായാൻ വിളിച്ചു. പക്ഷേ മുഹാജിരിങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. ചിലർ പറഞ്ഞു ഇവിടെ നിന്ന് പിന്മാറരുത്. മറ്റു പറഞ്ഞു ഈ സൈന്യത്തിൽ തിരുനബി സഹാബാക്കളുമുണ്ട്, അവരെ പകർച്ചവ്യാധിക്ക് വിട്ടുകൊടുക്കുന്നത് ശരിയല്ല. ഹദരത്ത് ഉമർ മുഹാജിരിങ്ങളെ തിരിച്ചയച്ചു. അൻസാറുകളെ വിളിച്ച് കൂടിയാലോചന നടത്തി. പക്ഷേ അൻസാറുകളും മുഹാജിരിങ്ങളെ പോലെ അഭിപ്രായ ഭിന്നതയിലായിരുന്നു. ഹദരത്ത് ഉമർ അൻസാറുകളെ പറഞ്ഞയച്ചു. തുടർന്ന് മക്ക വിജയ സമയത്ത് ഇസ്ലാം സ്വീകരിച്ച മദീനയിൽ വന്നിട്ടുണ്ടായിരുന്ന പ്രായാധിക്യമുള്ള ഖുറൈശികളെ വിളിപ്പിച്ചു. അവർ ഏകകണ്ഠമായി പറഞ്ഞു, ജനങ്ങളെയും കൂട്ടി തിരിച്ചു പോകണം, ജനങ്ങളെ പകർച്ചവ്യാധിയുള്ള സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകണം. തുടർന്ന് ഹദരത്ത് ഉമർ ജനങ്ങളോട് തിരിച്ചു പോകാൻ വിളംബരം ചെയ്തു. ഹദരത്ത് അബൂ ഉബൈദ ആ സമയത്ത് ചോദിച്ചു, അള്ളാഹുവിന് ഇതിൽ നിന്ന് ഓടിപ്പോകാൻ കഴിയുമോ? ഹദരത്ത് ഉമർ ഹദരത്ത് അബൂ ഉബൈദയോട് പറഞ്ഞു, അബൂ ഉബൈദ, താങ്കളല്ലാതെ മറ്റാരെങ്കിലുമാണ് ഇത് പറഞ്ഞതെങ്കിൽ എത്ര നന്നായിരുന്നു. അതെ, നമ്മൾ അള്ളാഹുവിന്റെ ഒരു വിധിയിൽ നിന്ന് മറ്റൊരു വിധിയിലേക്ക് ഓടിപ്പോവുകയാണ്. ഹദരത്ത് ഉമർ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള ഒട്ടകവുമായി ഒരു കരയിൽ തരിശും മറുകരയിൽ പച്ചളിപ്പുള്ളതുമായ ഒരു താഴ്വരയിൽ എത്തുകയും എന്നിട്ട് നിങ്ങൾ പച്ചളിപ്പുള്ള കരയിൽ നിന്ന് അതിനെ മേയ്ക്കുകയാണെങ്കിലും അതല്ല തരിശായ കരയിൽ മേയ്ക്കുകയാണെങ്കിലും രണ്ടും ദൈവവിധി തന്നെയല്ലേ? നിവേദകൻ പറയുന്നു, ഇത്രയും ആയപ്പോഴേക്കും ഹദരത്ത് അബ്ദുറഹ്മാൻ ബിനു ഔഫ് അവിടെ എത്തി. അദ്ദേഹം എന്തോ തിരക്ക് കാരണം നേരത്തെ സന്നിഹിതനായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ പക്കൽ ഇത് സംബന്ധിച്ച് അറിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, ഏതെങ്കിലും സ്ഥലത്ത് പകർച്ചവ്യാധി ഉണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ അവിടെ പോകരുത്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പകർച്ചവ്യാധി പകർന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്യരുത്. അപ്പോൾ ഹദരത്ത് ഉമർ അള്ളാഹുവിന് കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് തിരിച്ചുപോയി. താഊൻ അംവാസിനെ സംബന്ധിച്ച് ഹദരത്ത് മുസ്ലിം അൻഹു പറയുന്നു, ഹദരത്ത് ഉമർ അൻഹു സിറിയയിൽ എത്തിയ സമയത്ത് അവിടെ പ്ലേഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥലം താഊൻ അംവാസ് എന്ന പേരിൽ പ്രസിദ്ധമാണ്. ഹദരത്ത് അബൂ ഉബൈദയും ഇസ്ലാമിക സൈന്യവും അദ്ദേഹത്തെ വരവേറ്റു. ആ സമയത്ത് സഹാബാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ പ്ലേഗ് എന്ന പകർച്ചവ്യാധി പരക്കുകയാണ്, ആയതിനാൽ താങ്കൾ തിരിച്ചു പോവുകയാണ് ഉചിതം. ഹദരത്ത് ഉമർ അവരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഹദരത്ത് അബൂ ഉബൈദ ബാഹ്യമായ കാര്യങ്ങളിൽ ചാട്ടം കാണിച്ചിരുന്ന ആളായിരുന്നു. അദ്ദേഹം ഈ തീരുമാനം സംബന്ധിച്ച് അറിഞ്ഞപ്പോൾ ചോദിച്ചു, ആ തഫിറു മിനൽ ഖദാഇ, അതായത് താങ്കൾ ദൈവവിധിയിൽ നിന്ന് ഓടിപ്പോവുകയാണോ? ഹദരത്ത് ഉമർ പറഞ്ഞു, അഫിറു മിൻ ഖദാഇല്ലാഹി ഇലാ ഖദരില്ലാഹി, ഞാൻ അള്ളാഹുവിന്റെ ഒരു വിധിയിൽ നിന്ന് മറ്റൊരു വിധിയിലേക്കാണ് ഓടുന്നത്. അതായത് അള്ളാഹുവിന്റെ സവിശേഷ വിധിയും ഒരു പൊതുവിധിയുമുണ്ട്. രണ്ടും അവന്റെ തന്നെ വിധിയാകുന്നു, മറ്റാരുടേതുമല്ല. ആയതിനാൽ ഞാൻ അവന്റെ ഒരു തീരുമാനത്തിൽ നിന്ന് ഓടിപ്പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവന്റെ ഒരു വിധിയിൽ നിന്ന് മറ്റൊരു വിധിയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹദരത്ത് ഉമറിന്റെ പ്ലേഗിനെ സംബന്ധിച്ച് അറിവ് ലഭിച്ചപ്പോൾ അദ്ദേഹം കൂടിയാലോചനയ്ക്ക് വേണ്ടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ചോദിച്ചു, സിറിയയിൽ നേരത്തെയും പ്ലേഗ് വന്നിട്ടുണ്ട്, അപ്പോൾ ജനങ്ങൾ എന്താണ് ചെയ്തിരുന്നത്? അവർ പറഞ്ഞു, പ്ലേഗ് പടരുമ്പോൾ ജനങ്ങൾ പല ഭാഗത്തേക്കും പോയിരുന്നു. അങ്ങനെ പ്ലേഗിന്റെ ശക്തി ക്ഷയിക്കുമായിരുന്നു. അതായത് ജനങ്ങൾ നഗരത്തിൽ തങ്ങുന്നതിന് പകരം ചുറ്റുഭാഗത്തുമുള്ള തുറസായ സ്ഥലത്തേക്ക് പോകുമായിരുന്നു. ഈ അഭിപ്രായം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു പൊതുവായ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പ്ലേഗുള്ള സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് തുറസായ സ്ഥലത്ത് പോകണമെന്ന് ആളുകൾ രക്ഷപ്പെട്ടിരുന്നു. ആയതിനാൽ ഈ നിയമവും അള്ളാഹു തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവന്റെ നിയമത്തെ അതിലംഘിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഞാൻ അവന്റെ ഖദായിൽ നിന്ന് ഖദറിലേക്ക് നീങ്ങുകയാണ്. അതായത് അള്ളാഹുവിന്റെ സവിശേഷ നിയമത്തിൽ നിന്ന് പൊതു നിയമത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഞാൻ ഓടിപ്പോവുകയാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. ഞാൻ അവന്റെ ഒരു നിയമത്തിൽ നിന്ന് മറ്റൊരു നിയമത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. वो बच जाता है, बस जब ഹസ്രത്ത് ഉമർ മദീനയിൽ തിരിച്ചെത്തി. പക്ഷേ പ്ലേഗ് പരക്കുന്നതിൽ അദ്ദേഹത്തിന് പരിഭ്രമവും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഹസ്രത്ത് ഉമർ ഹസ്രത്ത് അബൂ ഉബൈദയ്ക്ക് ഇങ്ങനെ കത്തയച്ചു: എനിക്ക് നിങ്ങളുമായൊരു അത്യാവശ്യ കാര്യമുണ്ട്. ആയതിനാൽ ഈ കത്ത് നിങ്ങൾക്ക് കിട്ടിയ ഉടനെ തന്നെ മദീനയിലേക്ക് തിരിക്കുക. കത്ത് രാത്രിയാണ് കിട്ടുന്നതെങ്കിൽ നേരം മുഴുവൻ കാത്തു നിൽക്കരുത്. കത്ത് രാവിലെയാണ് കിട്ടുന്നതെങ്കിൽ രാത്രിയാകാനും കാത്തു നിൽക്കരുത്. ഹസ്രത്ത് അബൂ ഉബൈദ കത്ത് വായിച്ചപ്പോൾ പറഞ്ഞു: मदीना वापस आ गए। ഞാൻ അമീറുൽ മുഅ്മിനീന്റെ ആവശ്യം മനസ്സിലാക്കുന്നു. അള്ളാഹു ഹസ്രത്ത് ഉമറിനോട് കരുണ കാണിക്കുമാറാകട്ടെ. ബാക്കിയാക്കാൻ ഇടയില്ലാത്ത ഒന്നിനെയാണ് അദ്ദേഹം ബാക്കിയാക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പരിഭ്രമം എന്താണെന്ന് അബൂ ഉബൈദയ്ക്ക് മനസ്സിലായി. തുടർന്ന് ആ കത്തിന് ഇങ്ങനെ മറുപടി നൽകി: യാ അമീറുൽ മുഅ്മിനീൻ, ഞാൻ താങ്കളുടെ ഉദ്ദേശം മനസ്സിലാക്കുന്നു. എന്നെ വിളിക്കരുത്. ഇവിടെ തന്നെ തങ്ങാൻ അനുവദിച്ചാലും ഞാൻ മുസ്ലിം സൈനികരിൽ ഒരാളാകുന്നു. എന്താണ് വിധി അത് സംഭവിക്കുന്നതിനെയും എനിക്ക് അതിൽ നിന്ന് മുഖം തിരിക്കാൻ സാധ്യമല്ല. ഹസ്രത്ത് ഉമർ ആ കത്ത് വായിച്ചപ്പോൾ കരയാൻ തുടങ്ങി. അവിടെ മുഹാജിറുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ചോദിച്ചു: യാ അമീറുൽ മുഅ്മിനീൻ, ഹസ്രത്ത് അബൂ ഉബൈദ മരണപ്പെട്ടു പോയോ? അദ്ദേഹം പറഞ്ഞു: ഇല്ല, ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം. തുടർന്ന് ഹസ്രത്ത് ഉമർ ഹസ്രത്ത് അബൂ ഉബൈദയ്ക്ക് ഇങ്ങനെ എഴുതി: മുസ്ലിങ്ങളെ ഒരു പ്രദേശത്ത് നിന്ന് ആരോഗ്യദായകമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുക. ഏതെങ്കിലും മുസ്ലിം സൈനികൻ പ്ലേഗ് മുഖേന മരണപ്പെട്ടാൽ ഹസ്രത്ത് അബൂ ഉബൈദ കരയുകയും അയാൾക്ക് ഷഹാദത്ത് ലഭിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു: അള്ളാഹുവെ, അബൂ ഉബൈദയുടെ കുടുംബത്തിന് ഇതിൽ, അതായത് ഷഹാദത്തിൽ പങ്കൊന്നുമില്ലേ? ഒരു ദിവസം അബൂ ഉബൈദയുടെ വിരലിൽ ഒരു ചെറിയ ചലക്കുരു വന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു: അള്ളാഹു ഈ കുറഞ്ഞതിൽ അനുഗ്രഹം ചൊരിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവൻ സ്വല്പമുള്ളതിൽ അനുഗ്രഹം നൽകിയാൽ അത് വളരെ അധികമാകുന്നതാണ്. ഇർബാസ് ബിൻ സാരിയ പറയുന്നു, ഹദ്റത്ത് അബൂ ഉബൈദ പ്ലേഗ് കാരണം രോഗാതുരനായപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സവിധത്തിലെത്തി പറഞ്ഞു. ഹദ്റത്ത് അബൂ ഉബൈദ എന്നോട് പറഞ്ഞു: ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി കേട്ടിട്ടുണ്ട്. പ്ലേഗ് മുഖേന മരിക്കുന്നവൻ ഷഹീദാകുന്നു. ഉദരസംബന്ധിയായ രോഗം കാരണം മരിക്കുന്നവൻ ഷഹീദാകുന്നു. മുങ്ങി മരിക്കുന്നവൻ ഷഹീദാകുന്നു. മേൽക്കൂര തകർന്ന് അതിനടിയിൽപ്പെട്ട് മരിക്കുന്നവൻ ഷഹീദാകുന്നു. ഹദ്റത്ത് അബൂ ഉബൈദയുടെ അന്ത്യനിമിഷങ്ങൾ എത്തിയപ്പോൾ ജനങ്ങളോട് പറഞ്ഞു: ഞാൻ നിങ്ങളോട് ഒരു വസിയത്ത് ചെയ്യുകയാണ്. അത് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. ആ ഉപദേശം ഇതാണ്: നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക, റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുക, സദക്ക ദാനധർമ്മം നൽകുക, ഹജ്ജ് അനുഷ്ഠിക്കുക, ഉംറ അനുഷ്ഠിക്കുക, പരസ്പരം നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക, തങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുക, അവരെ വഞ്ചിക്കരുത്. നോക്കുക, സ്ത്രീകൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അശ്രദ്ധരാകാതിരിക്കട്ടെ. ഒരാൾ 1000 വർഷം ജീവിച്ചിരുന്നാലും ഒരു ദിവസം അയാൾക്ക് എന്നെ പോലെ ലോകത്ത് നിന്ന് പോകേണ്ടതായി വരുന്നതാണ്. അള്ളാഹു മനുഷ്യകുലത്തിന് മരണം വിധിച്ചിരിക്കുന്നു. എല്ലാവരും മരിക്കുന്നതാണ്. മരണത്തിനു മുമ്പേ തയ്യാറായിരിക്കുന്നവൻ, അതിനുവേണ്ടി തയ്യാറാകുന്നവൻ ബുദ്ധിമാനാകുന്നു. അമീറുൽ മുഅ്മിനീന് എന്നെ സലാം പറയുക. ഞാൻ എല്ലാ സൂക്ഷിപ്പ് മുതലുകളും കൊടുത്തു വീട്ടിയെന്നും അറിയിക്കുക. തുടർന്ന് ഹദ്റത്ത് അബൂ ഉബൈദ പറഞ്ഞു: എന്നെ എന്റെ തീരുമാനപ്രകാരം ഇവിടെ തന്നെ ഖബറടക്കുക. അങ്ങനെ ജോർദാനിലെ ബേസാൻ താഴ്വരയിൽ അദ്ദേഹത്തിന്റെ ഖബർ ആണുള്ളത്. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് ജാബിയ എന്ന സ്ഥലത്ത് നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നമസ്കരിക്കാൻ പോകുമ്പോൾ വഴിയിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. വേറെ നിവേദന പ്രകാരം സിറിയയിലെ ഫിഹിൽ എന്ന സ്ഥലത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഖബർ ബേസാൻ എന്ന പ്രദേശത്താണുള്ളത്. ഹദ്റത്ത് അബൂ ഉബൈദ മരണാസന്നനായപ്പോൾ ഹദ്റത്ത് മുആസ് ഇബ്നു ജബലിനെ തന്റെ പിൻഗാമിയായി നിയോഗിച്ചു. ഹദ്റത്ത് അബൂ ഉബൈദ വഫാത്തായപ്പോൾ ഹദ്റത്ത് മുആസ് ജനങ്ങളോട് പറഞ്ഞു: ഇന്ന് നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞ മഹാനേക്കാളും ശുദ്ധഹൃദയനും വെറുപ്പില്ലാത്തവനും ജനങ്ങളെ സ്നേഹിക്കുന്നവനും അവരുടെ അഭ്യുതകാംക്ഷിയുമായിട്ടുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തോട് കരുണ ചെയ്യാൻ ദുആ ചെയ്യുക. ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് ഹിജറി 18 വഫാത്തായത്. അപ്പോൾ അദ്ദേഹത്തിന് 58 വയസ്സായിരുന്നു. ഒരിക്കൽ ഹദ്റത്ത് ഉമർ ഹദ്റത്ത് അബൂ ഉബൈദയ്ക്ക് 4000 ദിർഹവും 400 ദീനാറും കൊടുത്തയച്ചുകൊണ്ട് തന്റെ ദൂതനോട് പറഞ്ഞു: അദ്ദേഹം ഈ സമ്പത്ത് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. അങ്ങനെ ദൂതൻ പ്രസ്തുത സമ്പത്തുമായ ഹദ്റത്ത് അബൂ ഉബൈദയുടെ അടുക്കലെത്തി. ഹദ്റത്ത് അബൂ ഉബൈദ ആ തുക മുഴുവനും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. ദൂതൻ ഈ എല്ലാ കാര്യങ്ങളും ഹദ്റത്ത് ഉമറിനോട് വിവരിച്ചു. അപ്പോൾ ഹദ്റത്ത് ഉമർ പറഞ്ഞു: ഇസ്ലാമിൽ അബൂ ഉബൈദയെ പോലുള്ളവരെ സൃഷ്ടിച്ച അള്ളാഹുവിനാണ് നന്ദി. ഒരിക്കൽ ഹദ്റത്ത് ഉമർ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു: എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുക,
ഒരാൾ പറഞ്ഞു, എന്റെ വീട്ടിൽ സ്വർണ്ണ നാണയങ്ങൾ നനയണമെന്നും അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്നും സദക്ക ചെയ്യണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരാൾ പറഞ്ഞു, എന്റെ വീട്ടിൽ രത്നവും പൗഴങ്ങളും നിറയണമെന്നും അവ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്നും സദക്ക ചെയ്യണമെന്നുമാണ് എന്റെ ആഗ്രഹം. ഹദ്റത്ത് ഉമർ പറഞ്ഞു, ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുക, ആവശ്യമുള്ളത് ആഗ്രഹിക്കുക. ഞങ്ങൾ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾ എന്താണ് ഇനി ആഗ്രഹിക്കേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഹദ്റത്ത് ഉമർ പറഞ്ഞു, എന്റെ വീട്, ഹദ്റത്ത് ഉബൈദ് ബിൻ ജറാഹ്, ഹദ്റത്ത് മുആദ് ബിൻ ജബൽ, സാലിം മൗല അബു ഹുസൈഫ, ഹദ്റത്ത് ഹുസൈഫ ബിൻ യമാൻ എന്നിവർപ്പോൾ ആളുകളെ കൊണ്ട് നിറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തും പരലോകത്തും അള്ളാഹു തൃപ്തി കരസ്ഥമാക്കിയവർ എത്രമാത്രം അനുഗ്രഹീതരാകുന്നു. ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അനുസ്മരണവും ഇവിടെ അവസാനിക്കുകയാണ്. ഏതാനും ജനാസകൾ നമസ്കരിക്കുന്നതാണ്, അവരെ അനുസ്മരിക്കുന്നതുമാണ്. ഒന്ന് നമ്മുടെ ഷഹീദാകുന്നു. അദ്ദേഹം പ്രൊഫസർ ഡോക്ടർ നഈമുദ്ദീൻ ഖട്ടക് സാഹിബ്, സൺ ഓഫ് അഫ്സൽ ദീൻ ഖട്ടക് സാഹിബ്, പിഷാവർ ജില്ല. കഴിഞ്ഞ ദിവസമാണ് ഷഹീദായത്. ഒക്ടോബർ 5 ഉച്ചയ്ക്ക് 1:30 മണിക്ക് ശത്രുക്കൾ അദ്ദേഹത്തെ വെടിവെച്ച് ഷഹീദാക്കി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം പഠിപ്പിച്ചിരുന്ന സുപ്പീരിയർ കോളേജിൽ നിന്ന് ഏകദേശം 1:30 മണിക്ക് വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ മോട്ടോർ സൈക്കിളിൽ വന്ന 2 പേർ വെടിവെക്കുകയുണ്ടായി. അദ്ദേഹം അപ്പോൾ തന്നെ ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഷഹീദിന് 56 വയസ്സായിരുന്നു. 25 വർഷമായി അദ്ദേഹം അധ്യാപന ജോലിയിലാണ്. അദ്ദേഹം ഖായിദെ ആലം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എംഫിൽ ചെയ്തു. ശേഷം സ്കോളർഷിപ്പോടു കൂടി ചൈനയിൽ പോയി. അവിടെ നിന്ന് മൈക്രോ എൻവയറമെന്റൽ ബയോളജിയിൽ PhD എടുത്തു. തുടർന്ന് ഇസ്ലാമിയ കോളേജ് യൂണിവേഴ്സിറ്റിയിൽ സേവനനിരതനായി. പിഷാവർ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്നു. കുട്ടികളുടെ സ്റ്റുഡൻസിന്റെ ഒക്കെ ഇന്റർവ്യൂ എടുത്തിരുന്ന PhD പാനൽ മെമ്പറായിരുന്നു. പാകിസ്ഥാനിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തെ ലെക്ചർ എടുക്കാൻ വിളിച്ചിരുന്നു. അധികവും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റുമായിരുന്നു ബന്ധം. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പിതാമഹൻ റുക്കുനുദ്ദീൻ സാഹിബ് ഖട്ടക് മുഖേനയാണ് അഹമ്മദിയത്ത് എത്തിയത്. ഇദ്ദേഹം കരക് ജില്ലക്കാരനായിരുന്നു. പിതാമഹി ബീബി നൂർനാമ സാഹിബയും അഹമ്മദിയ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഷേർ സമാൻ എന്നായിരുന്നു. അവരുടെ പിതാവ് ഹദ്റത്ത് മസീഹുൽ ഇസ്ലാം സാഹിബിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിനും പിതാമഹിയുടെ പിതാവിനും ഖാദിയാനിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഹദ്റത്ത് മസീഹുൽ ഇസ്ലാം ഒരു പരിശുദ്ധ കുർത്ത ഉപഹാരമായി നൽകിയിരുന്നു. ഈ തബറുക്ക് അഥവാ അനുഗ്രഹ ഉപഹാരം ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുണ്ട്. മർഹൂം ഷഹീദിന്റെ പിതാവ് ഫസലുദ്ദീൻ സാഹിബ് വന്യജീവി സംരക്ഷണ വകുപ്പിൽ മൃഗ ഡോക്ടറായിരുന്നു. പിന്നീട് ഡെപ്യൂട്ടി ഡയറക്ടർ സഹസിയിലാണ് വിരമിച്ചത്. അദ്ദേഹം അറിയപ്പെടുന്ന കവിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് മഹബൂബത്തുർ റഹ്മാൻ സാഹിബ വിദ്യാഭ്യാസ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. അതിൽ നിന്നാണ് റിട്ടയർഡ് ആയത്. വർഷങ്ങളോളം ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് എതിർപ്പുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഷഹീദ് മർഹൂമിന്റെ ഭാര്യ പിതാവ് ഡോക്ടർ ബഷീർ അഹമ്മദ് സാഹിബ് സദർ ജമാഅത്ത് അച്ചീനി പായാൻ ബിഷാവർ 2019 അദ്ദേഹം തട്ടിക്കൊണ്ടുപോയിരുന്നു. ഇന്നുവരെ അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഷഹീദ് മർഹൂം നിരവധി സവിശേഷ ഗുണങ്ങൾക്ക് ഉടമയായിരുന്നു. നല്ല വിദ്യാസമ്പന്നനായിരുന്നുവെങ്കിലും സെക്യൂരിറ്റി ജോലി ചെയ്യാൻ സന്നദ്ധനായിരുന്നു. അതിഥി സൽക്കാരം, അതുപോലെ സഹാനുഭൂതി, ദരിദ്രരെ സഹായിക്കുക, കുടുംബത്തിൽ എല്ലാവരോടുമുള്ള സഹാനുഭൂതിയും ഉള്ളവരുടെയുള്ള പെരുമാറ്റം എന്നിവ അദ്ദേഹത്തിന്റെ സവിശേഷ ഗുണങ്ങളായിരുന്നു. വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറെ ശ്രദ്ധാകുലനായിരുന്നു. അഹമ്മദി കുട്ടികളോട് വിദ്യാസമ്പാദനത്തിൽ കൂടെ ഉപദേശിച്ചിരുന്നു. തന്റെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകി. അദ്ദേഹത്തിന്റെ ഭാര്യ സാദിയ ബുഷ്ര സാഹിബ് പറയുന്നു, ഷഹീദ് മർഹൂം ഷഹാദത്തിന് ഒരാഴ്ച മുമ്പ് റബുവിൽ ബേഷി മക്ബറയിൽ പോയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ എന്നാൽ ഇവിടെ സ്ഥലം കിട്ടാൻ നമുക്ക് എങ്ങനെ സൗഭാഗ്യം ലഭിക്കാനാണ് എന്നും പറഞ്ഞിരുന്നു. ഏതായിരുന്നാലും അള്ളാഹു അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തെ റബുവിലാണ് കബറടക്കിയത്. ഷഹീദ് മർഹൂമിന്റെ ഭാര്യ സഹോദരൻ ഡോക്ടർ മുനീർ അഹമ്മദ് ഖാൻ, ഇദ്ദേഹം താഹിർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ പറയുന്നു, ഷഹീദ് അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു പ്രൊഫസർ ശത്രുവായിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെയും മക്കളുടെയും ഫോട്ടോകൾ അയാൾ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവരെ കൊല്ലണമെന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് വീടിന് മുന്നിലും ശത്രുക്കൾ ബാനറുകൾ തൂക്കിയിട്ടുണ്ട്. പറയുന്നു, അദ്ദേഹം വഫാത്തിന് ഒരാഴ്ച മുമ്പ് എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു.
ഞാൻ അദ്ദേഹത്തോട് ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ലങ്കർഖാനയിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. ഹദ്രത്ത് മസീഹ് ഇസ്ലാമിന്റെ ലങ്കറിലെ ഭക്ഷണത്തിന്റെ സ്വാദ് മറ്റെവിടെ നിന്നും കിട്ടുന്നതല്ല. അവിടെ നിന്ന് കിട്ടുന്ന അനുഗ്രഹവും മറ്റെവിടെ നിന്നും കിട്ടില്ല. അതുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലും തങ്ങളുടെ ഒപ്പമാകാം. ഷഹീദ് മർഹൂമിന്റെ സംതൃപ്ത കുടുംബത്തിൽ ഭാര്യ സഹദിയ നസീം സാഹിബിയെ കൂടാതെ 3 പെൺമക്കളും 2 ആൺമക്കളുമുണ്ട്. ഒരു മകളുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. മറ്റ് 2 പേർ പഠിക്കുന്നു. ആൺമക്കളിൽ ഒരാൾ കലീമുദ്ദീൻ ഖട്ടക്ക് എഞ്ചിനീയറും നൂറുദ്ദീൻ ഖട്ടക്ക് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയുമാണ്. ജമാഅത്തിൽ സേവനം ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരിൽ പിഷാവർ ജമാഅത്ത് അമീർ ഇദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനാകുന്നു. അള്ളാഹു മർഹൂമിന് പുറത്തു കൊടുക്കുകയും കരുതിയിരിക്കുകയും സംതൃപ്ത കുടുംബത്തിന് സഹനം നൽകുകയും ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ജർമ്മനി ജാമിയ അഹമ്മദിയ വിദ്യാർത്ഥി ഉസാമ സാദിഖിന്റേതാണ്. മുഹമ്മദ് സാദിഖ് സാഹിബിന്റെ മകനാണ്. കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ റായിൻ നദിയിൽ മുങ്ങി വഫാത്താവുകയാണ് ഉണ്ടായത്. ഇന്നാലവിന് രാജുവിൻ. മരണസമയത്ത് 20 വയസ്സായിരുന്നു പ്രായം. പാകിസ്ഥാനിലെ ചെക്ക് സിക്കന്ദർ ഗുജറാത്തിലെ നിവാസിയായിരുന്നു. സഹോദരന്മാരിൽ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന് സംതൃപ്ത കുടുംബത്തിൽ 5 സഹോദരിമാരും 1 സഹോദരനും മാതാപിതാക്കൾ കൂടാതെ ഉണ്ട്. ഹദ്റത്ത് മുസ്ലിം മൗദിന്റെ കാലത്ത് പിതാവിന്റെ കുടുംബത്തിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് എത്തിയത്. ഇദ്ദേഹത്തിന്റെ പിതാമഹൻ തന്റെ 2 സഹോദരന്മാരോടൊപ്പം അഹമ്മദിയായി. പിന്നീട് മറ്റുള്ളവർ പിന്മാറിയെങ്കിലും ഇദ്ദേഹത്തിന്റെ പിതാമഹൻ അഹമ്മദിയത്തിൽ ഉറച്ചു നിന്നു. മാതാവിന്റെ കുടുംബത്തിൽ മാതാമഹന്റെ പിതാവ് ഹദ്റത്ത് ഷാ മുഹമ്മദ് സാഹിബും അദ്ദേഹത്തിന്റെ പിതാവ് ലങ്കർ മുഹമ്മദ് സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്ത് എത്തിയത്. ഇവർ ഹദ്റത്ത് മുസ്ലാമിന്റെ സഹാബാക്കളായിരുന്നു. അവർ 1903 ജഹ്റമിൽ വെച്ച് ഹദ്റത്ത് മുസ്ലാമിന്റെ കയ്യിൽ നേരിട്ട് ബയ്യത്ത് ചെയ്തതാണ്. 1989 ചെക്ക് സിക്കന്ദറിൽ ജമാഅത്തെ അവസ്ഥകൾ മോശമായി. അഹമ്മദികൾക്കെതിരെ ജാഥ നടത്തി. അന്ന് പരേതന്റെ മാതാപിതാക്കൾക്കും എതിർപ്പ് അഭിമുഖീകരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ മാതാവിനെയും മർദ്ദിച്ചു. പിതാവ് സാദിഖ് സാഹിബിനെതിരിൽ കള്ളക്കേസുണ്ടാക്കി. 7 വർഷത്തോളം കേസ് തുടർന്നു. ഏതായിരുന്നാലും ഇവർ ഇവിടെ ജർമ്മനിയിലെത്തി. പരേതൻ കുറച്ച് അവിടെയും പിന്നെ ഇവിടെയും വിദ്യാഭ്യാസം കരസ്ഥമാക്കി ജാമിയയിൽ പ്രവേശിച്ചു. ജാമിയയിൽ 3 വർഷം പൂർത്തിയാക്കിയിരുന്നു. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ വിധി അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് പറയുന്നു, പരേതന്റെ എത്ര ഗുണങ്ങൾ പറഞ്ഞാലും അത് കുറവായി പോകുന്നതാണ്. കാരണം അവൻ കുറഞ്ഞ പ്രായത്തിൽ ഒരുപാട് ജോലികൾ ചെയ്തു. ഒരു വിദ്യാർത്ഥി എന്നതിനോടൊപ്പം ജാഗ്രതയുള്ള കുട്ടിയുമായിരുന്നു. കൂടുതൽ സമയവും പഠനത്തിനാണ് കഴിച്ചു കൂട്ടിയത്. കൊറോണ കാരണം അവൻ 6 മാസം വീട്ടിൽ തന്നെയായിരുന്നു. ജമാഅത്തിലെ നമസ്കാരത്തിന് പുറമെ റംസാനിലെ എല്ലാ നോമ്പും അനുഷ്ഠിച്ചിരുന്നു. തറാവി ജമാഅത്തായി വീട്ടിൽ നമസ്കരിപ്പിച്ചിരുന്നു. അവൻ തന്നെയാണ് നമസ്കാരം നിർവഹിച്ചത്. നമസ്കരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അവധിക്ക് ശേഷം ജാമ്യയിൽ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ വഫാത്തായി. അദ്ദേഹത്തിന്റെ മാതാവ് പറയുന്നു, അവൻ നിരവധി ഗുണങ്ങളുടെ ഉടമയായിരുന്നു. വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ജോലികൾ ചെയ്തിരുന്നു. മാത്രമല്ല എത്രയും വേഗം അത് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. വളരെ സാധാ പ്രകൃതമായിരുന്നു. മിതഭാഷിയായിരുന്നു. അത്യാവശ്യമെങ്കിൽ മാത്രമേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാതാപിതാക്കൾ നല്ലപോലെ അനുസരിച്ചിരുന്നു. ഉറച്ച തീരുമാനവും നല്ല സ്വഭാവമായിരുന്നു. അതോടൊപ്പം ദീർഘവീക്ഷണവും ഉണ്ടായിരുന്നു. വിവിധ ഭാഷകളിൽ പ്രാവീണ്യം നേടാൻ ശ്രമിച്ചിരുന്നു. അതിനുവേണ്ടി അറബി, ഫാർസി, ഇംഗ്ലീഷ്, ജർമ്മനി ഭാഷകളിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ജർമ്മനി നാഷണൽ തബ്ലീഗ് സെക്രട്ടറി ഫരീദ് സാബ് എഴുതുന്നു, ഉസാമ നിരവധി നന്മകളുടെ ഉടമയായിരുന്നു. അതിലൊന്ന് താല്പര്യപൂർവ്വം തബ്ലീഗ് ചെയ്യുമെന്നതിൽ വ്യാപൃതനാകുന്ന സ്വഭാവമാണ്. വഫാത്തിന് 2 ദിവസം മുമ്പ് വരെയും 3 ദിവസം തുടർച്ചയായി നോട്ടീസ് വിതരണം ചെയ്യാൻ ഉത്തര ജർമ്മനിയിൽ പോയിരുന്നു. എപ്പോൾ വിതരണം ചെയ്യാൻ വിളിച്ചാലും ഇല്ല എന്ന് പറഞ്ഞിരുന്നില്ല. മാത്രമല്ല നല്ലപോലെ അതിൽ ഭാഗമൊക്കെയും ചെയ്തിരുന്നു. ജാമിയ ജർമ്മനിയിൽ നിന്ന് പാസ്സായിട്ടുള്ള മുറബി സുഹൈബ് നാസർ എഴുതുന്നു, അദ്ദേഹം എന്നേക്കാൾ 4 വർഷം ജൂനിയർ ആയിരുന്നു. പക്ഷേ ഈ വാദത്തിൽ അദ്ദേഹം എനിക്ക് മാതൃകയായിരുന്നു. മസ്ജിദിൽ അധികവും 1ാമത്തെ സഫിൽ കാണാമായിരുന്നു.
जर्मनी के ഏറ്റവും ആദ്യം മസ്ജിദിലെത്തി നഫൽ നമസ്കരിച്ചിരുന്നു. നമസ്കാരത്തിന് ശേഷം അധികവും സിക്ർ ഇലാഹിയിൽ മുഴുകിയിരുന്നു. മസ്ജിദിൽ ഏറ്റവും ആദ്യം എത്തി അവസാനം പോകുന്ന വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു. ജുമാക്ക് ഒന്നാമത്തെ സഫിൽ ഇരിക്കുമായിരുന്നു. ജാമ്യ പഠനത്തിൽ ബദ്ധശ്രദ്ധനായിരുന്നു. അള്ളാഹു മർഹൂമിനോട് പൊറുമയുടെയും കരുണത്തോടെയും വർത്തിക്കുകയും മാതാപിതാക്കൾക്ക് സഹോദരി സഹോദരന്മാർക്ക് സഹനം നൽകുകയും ചെയ്യുമാറാകട്ടെ. सोहेब नासिर हैं फारूक तहसील जामिया जर्मनी അടുത്ത ജനാദ സലീം മുഹമ്മദ് മലിക് സാഹിബിന്റേതാണ്. हैं कि 4 साल जूनियर था അദ്ദേഹം ആദ്യം ഇവിടെ സർക്കാരിൽ വിദ്യാഭ്യാസ വകുപ്പിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു. ജാമിയ ആരംഭിച്ചപ്പോൾ റിട്ടയർമെന്റിന് ശേഷം ജാമിയയിൽ അധ്യാപകനായി. സെപ്റ്റംബർ 24-ന് 87-ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ പിതാമഹൻ ഹദ്രത്ത് നൂറുദ്ദീൻ സാഹിബും പിതാവ് മലിക് അസീസ് അഹമ്മദ് സാഹിബും ഹദ്രത്ത് മസീഹ് ഇസ്ലാമി സഹാബാക്കളായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഒരു സംഭവം മാതാവ് വിവരിക്കുന്നുണ്ട്. अगला जनाजा है മലിക് സാഹിബിന്റെ കുടുംബത്തിൽ ഏതോ രോഗം കാരണം ഒരുപാട് പേർ, അതായത് പിതൃ കുടുംബത്തിൽ വഫാത്തായി. അപ്പോൾ അവരുടെ മാതാവ്, അതായത് അദ്ദേഹത്തിന്റെ പിതാമഹി ഹക്കീം മൗലാന സാഹിബിനോട് കുട്ടിയുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞു. മൗലവി സാഹിബ് ഉടൻ തന്നെ കുട്ടിയെ കാണാൻ അവരുടെ വീട്ടിൽ പോയി. പറഞ്ഞു, കുട്ടി രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്, ദുആ കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. मलिक नूरुद्दीन साहब और वालिद हज़रत मलिक अजीज अहमद साहब हज़रत मसीह അതിനുശേഷം അതിർത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ അതിർത്ത് മസീഹ് മദ് അലി ഇസ്ലാത്തു ഇസ്ലാമിന്റെ സവിധത്തിലെത്തി ദുആക്ക് അപേക്ഷിച്ചു. बयान किया इनके അതിർത്ത് മസീഹ് മദ് അലി ഇസ്ലാമിനെ മസ്ജിദ് അക്സയുടെ കോണിപ്പടിയിൽ വെച്ച് തന്നെ കാണാൻ കഴിഞ്ഞു. घर में അപേക്ഷ കേട്ടപ്പോൾ അതിർത്ത് മസീഹ് ഇസ്ലാം പറഞ്ഞു, ഇപ്പോൾ തന്നെ പോയി കുട്ടിയെ കാണാം. അങ്ങനെ അതിർത്ത് മസീഹ് ഇസ്ലാം അവരുടെ വീട്ടിൽ പോയി. വീടെത്തി കുട്ടിയുടെ നെറ്റിയിൽ തന്നെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, കുട്ടി ഇൻഷാല്ലാ സുഖം പ്രാപിക്കുന്നതാണ്. അങ്ങനെ ഹുസൂർ അലി ഇസ്ലാമിന് ദുആയുടെ അത്ഭുത ദൃഷ്ടാന്തം എന്നോണം കുട്ടി രോഗമുക്തനായി. പിന്നെ 70 വയസ്സ് വരെ ജീവിച്ചിരുന്നു. बच्चे के बचने का बहुत कम इम्कान है, सिर्फ दुआ ही बचा सकती है. इसके बाद खलीफतुल मसीह अव्वल സലീം മലിക് സാഹിബ് പ്രാരംഭ വിദ്യാഭ്യാസം കാദ്യാനിൽ നിന്നാണ് കരസ്ഥമാക്കിയത്. പാകിസ്ഥാൻ രൂപീകരിച്ച ശേഷം സിയാൽകോട്ടിൽ താമസമാക്കി. അവിടെ നിന്ന് കോളേജ് വിദ്യാഭ്യാസം കരസ്ഥമാക്കി. പിന്നെ കറാച്ചിയിലെത്തി. അവിടെ നിന്ന് സയൻസ് വിഷയങ്ങളിൽ പഠനം പൂർത്തിയാക്കി. 1960-ൽ UK-ൽ വന്നു. ഇവിടെ വൈഡിംഗ് യൂണിവേഴ്സിറ്റിയിൽ വർഷങ്ങളോളം ജിയോളജിക്കൽ കെമിസ്ട്രിയിൽ പ്രൊഫസറായിരുന്നു. ആരംഭകാലം മുതൽ അദ്ദേഹത്തിന് UK ജമാഅത്തിലെ വിവിധ വകുപ്പുകളിൽ പ്രവർത്തിക്കാൻ തൗഫീഖ് ലഭിച്ചിരുന്നു. നാഷണൽ താലീം സർവീസ് സെക്രട്ടറിയായി നിയമിതനായി. നീണ്ടകാലം ഉമറെ ഖാരിജ സെക്രട്ടറിയായിരുന്നു. ജമാഅത്തിന് ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് വകുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അഹമ്മദികളുടെ അവസ്ഥയെ അവലോകനം ചെയ്യുന്നതിന് 2 പ്രാവശ്യം ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിയോടൊപ്പം പാകിസ്ഥാനിൽ പോയി റിപ്പോർട്ട് തയ്യാറാക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ വലിയ ഇന്റർനാഷണൽ എക്സ്പോ സംഘടിപ്പിക്കാറുണ്ട്. 1992-ൽ മലിക് സാഹിബിന് UK-യിലും സ്പെയിനിലും ജമാഅത്തിന്റെ സ്റ്റാൾ ഇടാനും അത് സംവിധാനം ചെയ്യാനും അവസരം ലഭിച്ചിട്ടുണ്ട്. 1997-ൽ ഖലീഫത്തുൽ മസീഹ് റാബി ജാമിയ അഹമ്മദിയ സ്ഥാപിക്കുന്നതിനുണ്ടാക്കിയ കമ്മിറ്റിയിൽ സലീം സാഹിബിനെയും ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലെ UK ജാമ്യ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാക്കിയിരുന്ന കമ്മിറ്റികളിലും അദ്ദേഹം ഭാഗവാക്കായിരുന്നു. അത് ജാമിയ അഹമ്മദിയ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷും ചരിത്രവും പഠിപ്പിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചിരുന്നു. അത് മരണം വരെയും തുടർന്നു പോന്നു. അവിടെ ചീഫ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കപ്പെട്ടു. ഇത് തുടർന്ന് പോന്നു. ഇസ്ലാമാബാദ് വാങ്ങിയപ്പോൾ അതിർത്ത് ഖലീഫത്തുൽ റാബിന്റെ നിർദ്ദേശാനുസരണം അവിടെ ലൈബ്രറി സ്ഥാപിക്കാൻ അവസരം ലഭിച്ചു. മർഹൂം വളരെയേറെ ദീനി ബോധമുള്ള ആളും നമസ്കാരത്തിലും നോമ്പിലും കൃത്യനിഷ്ഠയുള്ള ആളും ജനങ്ങളെ ഏറെ സ്നേഹിക്കുന്ന വ്യക്തിയും സൗമ്യ ഭാഷണമുള്ള ദായിലതായും അതിൽ സൽക്കാര പ്രിയരും ഖിലാഫത്തിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള ആളും ഖിലാഫത്തിനോട് ആത്മീയം കൂറുമുള്ള മഹത് വ്യക്തിയുമായിരുന്നു. സംതൃപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 3 പെൺമക്കളും നിരവധി ദൗഹിത്രിമാരും ദൗഹിത്രികളുമുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരി പുത്രൻ അബ്ദുൽ വഹാബ് സാഹിബ് പറയുന്നു, 1960-ൽ ലണ്ടനിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ ഇങ്ങനെ ഉപദേശിച്ചു. അബ്ദുൽ അസീസ് സാഹിബ് രോഗിയായിരുന്നെങ്കിലും ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്ന് ജമാഅത്തുമായുള്ള ബന്ധം ഒരിക്കലും ഒഴിവാക്കരുത്. ബ്രിട്ടനിൽ പോകുന്നത് കൊണ്ട് അവിടെയുള്ള തിളക്കത്തിൽ ആണ്ടുപോകരുത്. 2 ചന്ത എപ്പോഴും യഥാസമയം ശ്രമിച്ചു കൊടുക്കുക ആത്മീയപരിഷ്കരണത്തിന് എന്നൊരു കാര്യമാകുന്നു. 3 ആരെങ്കിലും എപ്പോഴെങ്കിലും സഹായം ചോദിച്ചാലും പിന്മാറരുത്. അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടേണ്ടി വന്നാലും ശരി.
പറയുന്നു, ഞാൻ മാതാപിതാക്കളുടെ ഉപദേശം അനുസരിച്ച് എപ്പോഴും പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരിപുത്രൻ എഴുതുന്നു, അദ്ദേഹം പറഞ്ഞപ്പോഴെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സംഭവമാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഏതോ ബന്ധുവിന് ഒരു വലിയ സംഖ്യ ആവശ്യമായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്റെ വീട് വിറ്റ് അയാളുടെ ആവശ്യം നിറവേറ്റി കൊടുത്തു. പക്ഷെ അള്ളാഹു പിന്നെയും അനുഗ്രഹിക്കുകയും വലിയൊരു വീട് വാങ്ങുകയും ചെയ്തു. വൈജ്ഞാനികമായ നിലയിൽ വളരെയേറെ ജ്ഞാനിയായിരുന്നു. ഞാനും തുടക്കത്തിൽ കണ്ടപ്പോൾ അദ്ദേഹവുമായി അടുത്ത ബന്ധമില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഒരു സാധാരണ അഹമ്മദിയാണെന്നാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷ് വളരെ നന്നായിരിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷെ അദ്ദേഹം ആത്മാർത്ഥതയിലും കൂറിലും വളരെ മുന്നിലായിരുന്നു എന്നും എപ്പോഴും ജമാഅത്ത് സേവനങ്ങൾ സന്നദ്ധനാണെന്നും ഖിലാഫത്തുമായി വളരെ നല്ല ബന്ധവും വിശ്വാസവും ഉള്ള ആളാണെന്നും മനസ്സിലായി. വൈജ്ഞാനികതയിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ ആയിരുന്നു. എല്ലാ വിഷയങ്ങളെപ്പറ്റിയും പ്രത്യേകിച്ച് ചരിത്രത്തിൽ ഏറെ അവഗാഹമുണ്ടായിരുന്നു. കൂടാതെ ഇംഗ്ലീഷ്, ഉറുദു സാഹിത്യങ്ങളിലും വളരെ തൽപരനായിരുന്നു. എന്നാൽ തന്റെ വിജ്ഞാനം ഒരിക്കലും വെളിപ്പെടുത്തിയിരുന്നില്ല. മറ്റുള്ളവരോട് ദീനി ഭൗതിക വിജ്ഞാനം കരസ്ഥമാക്കാൻ ഉപദേശിച്ചിരുന്നു. രാഷ്ട്രീയ വൈജ്ഞാനിക പാകിസ്ഥാൻ സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ വിപുലമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഈ ബന്ധങ്ങൾ എപ്പോഴും ജമാഅത്തി നേട്ടങ്ങൾക്കാണ് ഉപയോഗിപ്പിച്ചിരുന്നത്. അദ്ദേഹം ഉമറെ ഖാരിജ സെക്രട്ടറി ആയിരുന്നപ്പോൾ ലോർഡ് എബ്രയോവുമായി ശക്തമായ ബന്ധമുണ്ടാക്കി. അദ്ദേഹം മുഖേനയാണ് ലോർഡ് എബ്രയോവുമായി നമ്മുടെ ജമാഅത്തിന് ബന്ധമുണ്ടായത്. എന്റെ ആദ്യത്തെ പാർലമെന്റ് സന്ദർശനത്തിലും മലിക് സാഹിബിന് വലിയ പങ്കുണ്ട്. അർജന്റീനയിലെ മുറബി മർവാൻ സർവർ ഗുൽ പറയുന്നു, അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക നിലവാരം കാരണം ജാമ്യയിലെ വിദ്യാർത്ഥികൾക്കിടയിലും എനിക്കും അദ്ദേഹത്തോട് ഒരു പ്രത്യേക ആദരവ് ഉണ്ടായിരുന്നു. ഞാൻ ജാമ്യ പാസ്സായ ശേഷം അദ്ദേഹവുമായി വ്യക്തിഗത ബന്ധം തുടർന്നു പോന്നു. എനിക്ക് അർജന്റീനയിൽ പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഏറെ സന്തോഷമുണ്ടായിരുന്നു. നിങ്ങൾ പ്രഥമ മുബല്ലിഗ് ആയതുകൊണ്ട് ഒരുപാട് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും ജമാഅത്തിന്റെ പേര് പ്രകാശിതമാക്കണമെന്നും ശരിയായി തബ്ലീഗ് ചെയ്യണമെന്നും പ്രത്യേകിച്ച് അവിടെയുള്ള ഭാഷ പഠിക്കണമെന്നും പത്രങ്ങളിൽ നിങ്ങളുടെ ലേഖനങ്ങൾ വരുന്ന വിധം നിങ്ങൾ ഭാഷ സ്വായത്തമാക്കണമെന്നും വൈജ്ഞാനികമായി ഏറെ താല്പര്യം എന്നും പറഞ്ഞിരുന്നു. വൈജ്ഞാനികമായി ഏറെ താല്പര്യമുള്ള ആളായിരുന്നു. വീട്ടിൽ വിദ്യാർത്ഥികളെ വിരുന്നിന് ക്ഷണിച്ചിരുന്നു. പിന്നെ തന്റെ ലൈബ്രറിയിൽ അദ്ദേഹത്തിന് സ്വകാര്യമായ ലൈബ്രറി ഉണ്ടായിരുന്നു. അതിൽ കൊണ്ടുപോകുമായിരുന്നു. പല വിദ്യാർത്ഥികളും മുറബിമാരും എനിക്ക് എഴുതുന്നു, എന്റെ വീട്ടിൽ വന്നതിൽ നിങ്ങൾക്കുള്ള ഉപഹാരമായി എന്റെ ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകം എടുക്കാം. അതാണ് നിങ്ങൾക്കുള്ള ഉപഹാരം. ജാമിയ അനിതരസാധാരണമായ ഒരു സ്ഥാപനമാണെന്നും അതേക്കുറിച്ച് ഖലീഫത്തുൽ മസീഹിന് ഏറെ പ്രതീക്ഷയുണ്ടെന്നും അതുകൊണ്ട് ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ അനിതരസാധാരണമായ വിജ്ഞാനം ആർജിക്കണമെന്നും പറഞ്ഞിരുന്നു. വഖഫ് സിന്ദഗി കുട്ടികൾ വളരെ ഉന്നതമായ വിജ്ഞാനം ആർജിക്കണമെന്ന് പറഞ്ഞിരുന്നു. മർവാൻ സാഹിബ് തുടർന്ന് എഴുതുന്നു, അർജന്റീനയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രത്യേക ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ഭാഷയിൽ നല്ല പ്രാവീണ്യം കരസ്ഥമാക്കുക. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, സ്പാനിഷ് ഭാഷയിൽ നിങ്ങളുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കണം. എന്നോട് അദ്ദേഹത്തിന് കത്തുകൾ എഴുതാനും നിർദ്ദേശിച്ചിരുന്നു. ഞാൻ അലംഭാവം കാണിച്ചാലും നിങ്ങൾ ഞാനുമായി ബന്ധം തുടരുകയും കത്തെഴുതുകയും വേണമെന്നും പറഞ്ഞിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം വർഷിക്കുകയും ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും മക്കൾക്കും തലമുറകൾക്കും അദ്ദേഹത്തെ പോലെ തന്നെ ഖിലാഫത്തിനോടും ജമാഅത്തിനോടും കൂറോടുകൂടിയ ബന്ധം നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ഞാൻ ഇവരുടെ ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. अल्लाह ताला मरहूम से मग़फ़िरत और रहम का सलूक फरमाए और उनके लवाहिकीन को, उनके बच्चों को, उनकी नस्लों को भी इसी तरह वफ़ा के साथ खिलाफत और जमात से ताल्लुक़ रखने की तौफ़ीक़ अता फरमाए। उनके नमाज के बाद उनका जनाजा गायब पढ़ाऊँगा। अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तग़फिरुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना
من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر